അപ്പോൾ രാവിലെ എണീച്ച് കിച്ചണിൽ വന്നു കഴിഞ്ഞപ്പോൾ ഉമ്മ സവാള കരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തലേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ എണീച്ച് അരി ഇടണ്ട, നെയ്ച്ചോറിൻ്റെ അരി കുറച്ച് ഇരിക്കേണ്ട, അത് നെയ്ച്ചോറാക്കി കൊടുത്ത് വിട്ടോളാം സ്കൂളിൽ നിന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് അരി ഇട്ടേണ്ടായില്ല. അപ്പോൾ നെയ്ച്ചോറിന് വേണ്ടിയിട്ടുള്ള സവാള കരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മുട്ട പുഴുങ്ങണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെയ്ച്ചോറിന് ചിക്കനോ ബീഫോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ചും 2 മുട്ട പുഴുങ്ങി വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ മുട്ട പുഴുങ്ങാൻ വെച്ചത്. 2 മുട്ട എന്ന് പറഞ്ഞാൽ ഒരാൾക്കല്ലാട്ടോ 2 മുട്ട, ഒരാൾക്ക് 1 മുട്ട. അങ്ങനെ മുട്ടയൊക്കെ പുഴുങ്ങാൻ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സവാള ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സാലഡിനുള്ള സവാള നമ്മൾ സെപ്പറേറ്റ് വേറെ അരിഞ്ഞെടുത്തു ചെറുതാക്കി. എന്തായാലും ചിക്കനൊന്നുമില്ല, അപ്പോൾ പിന്നെ സാലഡ് എന്തായാലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവാള അരിഞ്ഞ് അതൊന്ന് ഉപ്പിട്ട് ശരിക്കും തിരുമ്മി കഴുകി വെച്ചതിന് ശേഷം പിന്നെ അതിലേക്ക് പച്ചമുളക് ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വിനാഗിരി എന്തെങ്കിലും ഒഴിക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. തൈര് എന്തായാലും ഒഴിക്കണില്ല, അവിടെ ചുമയും നീർക്കെട്ടൊക്കെ എല്ലാവർക്കും ഉള്ളതുകൊണ്ട് തൈര് ഒഴിക്കണില്ല. എനിക്ക് തൈര് ഒഴിക്കണതാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഇത് പിള്ളേർക്കുള്ള കറക്റ്റ് അത്രയും മാത്രമാണ് ചോറുണ്ടാക്കിയിട്ടുള്ളൂ. അതിനുള്ള അരി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അവർക്കുള്ള സാലഡും മതിയായിരുന്നു. പിന്നെ നമ്മൾ സ്നാക്സിന് വേണ്ടിയിട്ട് കൊടുത്തിടാൻ വേറെ ഒന്നും കണ്ടില്ല. ഏത്തപ്പഴം ഉണ്ടായിരുന്നു, അപ്പോൾ അത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഒന്ന് വാട്ടിയെടുക്കാമെന്നാണ് വിചാരിച്ചത്. എല്ലാം അരിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴാണ് നെയ്യ് ഉണ്ടായില്ല കേട്ടോ, നെയ്യ് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അരിഞ്ഞു പോയില്ല, ഇനി സ്നാക്സിന് എന്തെങ്കിലും കൊടുത്ത് വിടുകയും വേണം. അപ്പോൾ അതാണ് കുറച്ച് വെളിച്ചെണ്ണയിൽ വാട്ടിയെടുക്കാണ്ട് ചെയ്തതാണ്. പഴം വാട്ടുമ്പോൾ അങ്ങനെ വെളിച്ചെണ്ണയിൽ വാട്ടിയെടുക്കലൊക്കെ കുറവാട്ടോ, നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യിലാണ് വാട്ടി കൊടുക്കാറുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ വെന്ത് അതിൻ്റെ ചൂടൊക്കെ ആറി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി പച്ചവെള്ളം ഊറ്റി വേറൊരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ആ കുക്കറിൽ തന്നെ പുട്ടും ഉണ്ടാക്കാമല്ലോ. അപ്പോൾ പുട്ട് ഓൾറെഡി പൊടിയൊക്കെ വാട്ടി ഇരുന്നത് തലേന്നത്തെ ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വലിയ കാര്യമായിട്ടുള്ള പണിയില്ലായിരുന്നു കേട്ടോ. പുട്ടിൻ്റെ ഒരു 3 പുട്ടിനുള്ള കറക്റ്റ് പൊടി ഉണ്ടായിരുന്നു. പിന്നെ കടലക്കറി തലേന്നത്തെ ബാലൻസ് ഉണ്ടായിരുന്നു, അതും ചൂടാക്കിയതായിരുന്നു. അത് കാരണം ബ്രേക്ക്ഫാസ്റ്റിനുള്ള പണി വലിയ കാര്യമായിട്ടില്ല. പിന്നെ ലഞ്ചിനാണെങ്കിലും കുക്കറിൽ നെയ്ച്ചോറ് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ അതിൻ്റെയും സിമ്പിൾ പണിയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് വലിയ പാടുള്ള പണികളൊന്നും രാവിലെ ഉണ്ടായില്ല. അങ്ങനെ പുട്ടുണ്ടാക്കാൻ വെച്ചിട്ട് ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ പഴം വാട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നടുക്കുള്ള അടുപ്പിലേക്ക് പാലും തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആദ്യത്തെ പുട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ മാറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തതിനുള്ള വേവിക്കാൻ വെച്ചു. അപ്പോൾ ഞാൻ ചിരട്ടപ്പുട്ടായിട്ടും അതുപോലെ നമ്മുടെ സാധാ പുട്ടുറ്റിയിൽ ഉണ്ടാക്കുന്ന പുട്ട് മാറി മാറി ഉണ്ടാക്കലുണ്ട് കേട്ടോ. കുറച്ച് ദിവസം നമ്മൾ ഈ സാധാ ചിരട്ടപ്പുട്ട് കഴിച്ചുമ്പോൾ മറ്റേ സാധാ പുട്ട് കഴിക്കാൻ തോന്നും. അങ്ങനെ മാറി മാറി ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ രണ്ടാമത്തെ പുട്ടിനുള്ളിൽ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പഴം കുറച്ചൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ രണ്ടാമത്തെ പുട്ട് വെന്തിട്ടുണ്ടായിരുന്നു. പുട്ട് നമുക്ക് ചിരട്ടപ്പുട്ട് ഉണ്ടാക്കുമ്പോൾ ആകെ 3 പുട്ട് മതി കേട്ടോ. അത് തന്നെ ചിലപ്പോൾ ബാലൻസ് വരും. ഉമ്മയും പിള്ളേരും എനിക്കും കൂടെ കൂട്ടിയിട്ട് അത്രയും മതി, എന്നാലും ബാലൻസ് വരും കേട്ടോ. ബാലൻസ് ഉണ്ടെങ്കിൽ അവിടെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കും, അതല്ലെങ്കിൽ വൈകിട്ട് പിള്ളേർക്ക് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കും. അങ്ങനെ പുട്ട് 3 ഉണ്ടാക്കി വെച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പഴം ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഴം ഞാൻ 2 പേർക്കും മതി സ്നാക്സ്. ഐഷു 5-ലായതുകൊണ്ട് അവൾക്ക് സ്നാക്സ് ഒന്നും വേണ്ട കേട്ടോ. എന്നാലും ഉണ്ടാക്കുമ്പോൾ അവൾക്കും പഴം നല്ല ഇഷ്ടമല്ല, അതുകൊണ്ട് അവൾക്കും കൂടെ കൊടുക്കാൻ പാകത്തിനാണ് എന്തായാലും ഉണ്ടാക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ പഴമൊക്കെ എല്ലാം വാട്ടി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നെയ്ച്ചോറിനുള്ള അരി എടുത്ത് അതൊന്ന് കഴുകി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എപ്പോഴും 1 കപ്പ് എൻ്റെ കേക്കിൻ്റെ മെഷറിംഗ് കപ്പിൻ്റെ 1 കപ്പ് ഞാൻ മെഷർ ചെയ്ത് അരി എടുക്കാറുണ്ട്. പക്ഷേ ഇന്ന് അങ്ങനെ എടുത്തിട്ടില്ല. കാരണം 1 കപ്പ് എടുക്കുമ്പോൾ പിന്നെയും കുറച്ച് ബാലൻസ് ഇരിക്കും. പിന്നെ അത് വൈകുന്നേരം വരുമ്പോൾ കൊടുക്കും, എന്നാലും അങ്ങനെ തണുത്തിരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു 3/4 കപ്പ്